അഭിപ്രായത്തിൽ ജീവിത വിജയത്തിന് ഡാഷ് ബുദ്ധിക്ക് മറ്റു ബുദ്ധിരൂപങ്ങളെക്കാൾ ശക്തമായ സ്വാധീനമുണ്ട്. ഗോൾമാന്റെ അഭിപ്രായത്തിൽ ജീവിത വിജയത്തിന് ഏത് ബുദ്ധിക്കാണ് മറ്റു ബുദ്ധിരൂപങ്ങളെക്കാൾ ശക്തമായ സ്വാധീനം ഉള്ളത്? വിശകലനാത്മക ബുദ്ധി, സർഗാത്മക ബുദ്ധി, വൈകാരിക ബുദ്ധി, പ്രായോഗിക ബുദ്ധി. ഏതാണ്? വൈകാരിക ബുദ്ധി അഥവാ ഇമോഷണൽ ഇന്റലിജൻസ് ആണ്. ഈ ഒരു വിവിധ തരത്തിലുള്ള ബുദ്ധികളെ പറ്റിയുള്ള നോട്ട് തന്നിരുന്നു. ഗ്രൂപ്പിലുള്ളവർക്ക് അത് കിട്ടിക്കാണും. ഇല്ലെങ്കിൽ ആർക്കെങ്കിലും അത് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. അടുത്ത ചോദ്യം, അനുക്രമ പഠന പദ്ധതി സീക്വൻഷ്യൽ കരിക്കുലം ആരുടെ സംഭാവനയാണ്? ആരുടെ സംഭാവനയാണ്? ഓസുബൽ, സ്കിന്നർ, വൈഗോട്സ്കി, ബ്രൂണർ. ആരുടെ സംഭാവനയാണ്? ഓസുബൽ. അടുത്ത ചോദ്യം, വിവര വിശകലന സിദ്ധാന്തം മുന്നോട്ട് വെച്ച വ്യക്തി. വിവര വിശകലന സിദ്ധാന്തം മുന്നോട്ട് വെച്ച വ്യക്തി ആരാണ്? ഗാർട്ട്നർ, സ്റ്റെയിൻബർഗ്, തേഴ്സ്റ്റൺ, സ്പിയർമാൻ. ആരുടേതാണ് വിവര വിശകലന സിദ്ധാന്തം എന്ന് പറയുന്നത്? സ്റ്റേൺബർഗിൻ്റെതാണ്. സ്റ്റേൺബർഗ്. സഹവൈജ്ഞാനിക മേഖലകളെ വിലയിരുത്താൻ അനുയോജ്യമായ മാർഗം ഏതാണ്? സഹവൈജ്ഞാനിക മേഖലകളെ വിലയിരുത്താൻ അനുയോജ്യമായ മാർഗം അബ്സല്യൂട്ട് ഗ്രേഡിംഗ്, റിലേറ്റീവ് ഗ്രേഡിംഗ്, മാർക്ക് സമ്പ്രദായം, ഡയറക്റ്റ് ഗ്രേഡിംഗ്. ഇതിലേതാണ് വരുന്നത്? ഡയറക്റ്റ് ഗ്രേഡിംഗ് ആണ്. വിവിധ തരത്തിലുള്ള വിലയിരുത്തലുകൾ അഥവാ ഗ്രേഡിങ്ങിനെ പറ്റി നമ്മൾ അടുത്തൊരു ക്ലാസ് ചെയ്യുന്നുണ്ട്, കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു അധ്യാപകൻ ക്ലാസ്സിൽ എപ്പോഴും ആൺകുട്ടികളുടെ പ്രതികരണങ്ങളെ പ്രശംസിക്കുകയും പെൺകുട്ടികളുടെ പ്രതികരണങ്ങൾ അവഗണിക്കുകയും ചെയ്യുന്നു. ഇത് സൂചിപ്പിക്കുന്നത് എന്താണ്? ഒരു അധ്യാപകൻ ക്ലാസ്സിൽ എപ്പോഴും ആൺകുട്ടികളുടെ പ്രതികരണങ്ങളെ പ്രശംസിക്കുകയും പെൺകുട്ടികളുടെ പ്രതികരണങ്ങൾ അവഗണിക്കുകയും ചെയ്യുന്നു. ഇത് സൂചിപ്പിക്കുന്നത് എന്താണ്? ജെൻഡർ സെൻസിറ്റിവിറ്റി, ജെൻഡർ ബയാസ്, ജെൻഡർ റോൾ, ജെൻഡർ ഐഡന്റിറ്റി. എന്താണ്? ജെൻഡർ ബയാസ് ആണ്. അതായത് ഒരു വിഭാഗത്തോട് മാത്രം ഒരു പക്ഷഭേദം കാണിക്കുന്നതാണ് ജെൻഡർ ബയാസ്. പ്രകടനപര ബുദ്ധിമാപിനി ഏറ്റവും അനുയോജ്യമായത്. പ്രകടനപര ബുദ്ധിമാപിനി ഏറ്റവും അനുയോജ്യമായത് ആർക്കാണ്? ബധിര മൂക കുട്ടികൾക്ക്, പിന്നോക്കക്കാരായ കുട്ടികൾക്ക്, ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികൾക്ക്, പ്രതിഭാസമ്പന്നരായ കുട്ടികൾക്ക്. ആർക്കാണ് ഈ പ്രകടനപര ബുദ്ധിമാപിനി ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്? ആർക്കാണ്? ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികൾക്കാണ്. ഒരു കുട്ടിയുടെ സാമൂഹ്യവൽക്കരണത്തിന്റെ പ്രാഥമിക സ്രോതസ് ഏത്? ഒരു കുട്ടിയുടെ സാമൂഹ്യവൽക്കരണത്തിന്റെ പ്രാഥമിക സ്രോതസ് ഏതാണ്? കുടുംബമാണ്. ഒരു കുട്ടിയുടെ സാമൂഹ്യവൽക്കരണത്തിന്റെ പ്രാഥമിക സ്രോതസ്സാണ് കുടുംബം. അപ്രത്യക്ഷമായ ഒരു അനുബന്ധന പ്രതികരണം അഥവാ CR. അപ്രത്യക്ഷമായ ഒരു അനുബന്ധന പ്രതികരണം കണക്റ്റഡ് റിയാക്ഷൻ ആണ്. കുറച്ച് സമയത്തിന് ശേഷം വീണ്ടും പ്രത്യക്ഷപ്പെടുന്ന പ്രതിഭാസത്തിന് എന്തു പറയുന്നു? അങ്ങനെ ഒരു അനുബന്ധമായ പ്രതികരണം കുറച്ച് സമയത്തിന് ശേഷം വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു, സൈക്ലിക് റിയാക്ഷൻ. അതിനാണ് എന്തു പറയുന്നത്? വിലോപം, ഉയർന്ന തലത്തിലുള്ള അനുബന്ധനം, പുനഃപ്രാപ്തി, ചോദക സാമാന്യവൽക്കരണം. എന്താണ് പറയുന്നത്? പുനഃപ്രാപ്തി. എന്താണ്? പുനഃപ്രാപ്തി. ഒരു നഴ്സറി കുട്ടിയെ നിർബന്ധിച്ച് എഴുതിക്കരുത് എന്ന് പറയാൻ കാരണം? ഒരു നഴ്സറി കുട്ടിയെ നിർബന്ധിച്ച് എഴുതിക്കരുത് എന്ന് പറയാൻ കാരണം എന്താണ്? ബുദ്ധി കുറവായതുകൊണ്ട്. രണ്ടാമത്തേത് സൂക്ഷ്മപേശികളുടെ പക്വതക്കുറവ്, സ്ഥൂല പേശികളുടെ പക്വതക്കുറവ്, താല്പര്യക്കുറവ്. എന്തുകൊണ്ടായിരിക്കും? സൂക്ഷ്മപേശികളുടെ പക്വതക്കുറവ്. അതുകൊണ്ടാണ് കൊച്ചുകുട്ടിയെ, ഒരു നഴ്സറി കുട്ടിയെ നിർബന്ധിച്ച് എഴുതിക്കരുത് എന്ന് പറയാൻ കാരണം. പഠന വൈകല്യങ്ങൾക്ക് അടിസ്ഥാന കാരണമാകാവുന്ന ഘടകമേത്? പഠന വൈകല്യങ്ങൾക്ക് അടിസ്ഥാന കാരണമാകാവുന്ന ഘടകം ഏതാണെന്നാണ് ചോദ്യം. പാരമ്പര്യം, സ്കൂൾ അന്തരീക്ഷം, കുടുംബത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക നില, തെറ്റായ പഠന രീതി. ഇതില് പഠന വൈകല്യങ്ങൾക്ക് അടിസ്ഥാന കാരണമാകാവുന്ന ഘടകമാണ് ചോദിച്ചിരിക്കുന്നത്. ബുദ്ധി പരീക്ഷയിൽ
ഡാഷിൽ താഴെ സ്കോർ ലഭിക്കുന്നവരാണ് ബുദ്ധി വൈകല്യമുള്ളവർ അല്ലെങ്കിൽ ബുദ്ധിമാന്ദ്യമുള്ളവരായി നിർവചിക്കപ്പെടുന്നത്. IQവിന്റെ ഒരു ക്ലാസ് നമ്മളൊരു നോട്ട് തയ്യാറാക്കിയിരുന്നു. അപ്പോൾ അതിൽ പ്രത്യേകം പറഞ്ഞിരുന്നു എങ്ങനെയാണ് IQ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് 70, 120, 20, 100 എന്നിങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എത്രയാണ് വരുന്നത്? 70. ആ 70ൽ താഴെ സ്കോർ ലഭിക്കുമ്പോഴാണ് ബുദ്ധി വൈകല്യമുള്ളവർ അല്ലെങ്കിൽ ബുദ്ധിമാന്ദ്യമുള്ളവരായിട്ട് നിർവചിക്കപ്പെടുന്നത്. വിവിധ ആശയങ്ങൾ ചേർത്തുവെച്ച് പുതിയ രീതിയിൽ പ്രശ്ന പരിഹരണം നടത്തുന്ന പ്രക്രിയയ്ക്ക് പറയാവുന്നത്. വിവിധ ആശയങ്ങൾ ചേർത്തുവെച്ച് പുതിയ രീതിയിൽ പ്രശ്ന പരിഹരണം നടത്തുന്ന പ്രക്രിയയ്ക്ക് പറയാവുന്നത് സർഗാത്മകത എന്നാണ്. താഴെ പറയുന്നവയിൽ ദ്വിതീയ സവിശേഷതയ്ക്ക് ഉദാഹരണം ഏത്? താഴെ പറയുന്നവയിൽ ദ്വിതീയ സവിശേഷതയ്ക്ക് ഉദാഹരണം ഏത്? നേതൃത്വ ഗുണം, ബുദ്ധിശക്തി, അക്രമാകത്വം അല്ലെങ്കിൽ ആക്രമിക്കാനുള്ള ആ ഒരു ഇതാണ് ഫാഷനിലുള്ള താല്പര്യം. ഇതിൽ ദ്വിതീയ സവിശേഷതയ്ക്ക് അല്ലെങ്കിൽ ദ്വിതീയ സവിശേഷതയ്ക്ക് ഉദാഹരണമാണ് ഫാഷനിലുള്ള താല്പര്യം. മൂല്യനിർണയത്തിന്റെ ലക്ഷ്യമല്ലാത്തത് മുദ്രണം ചെയ്യൽ അല്ലെങ്കിൽ ലേബലിംഗ്, ഫീഡ്ബാക്ക് നൽകൽ, നിദാനവും പരിഹാര ബോധനവും, സ്ഥാനം നൽകൽ. ഇതിൽ മൂല്യനിർണയത്തിന്റെ ലക്ഷ്യം അല്ലാത്തത് എന്താണ്? മുദ്രണം ചെയ്യൽ അല്ലെങ്കിൽ ലേബലിംഗ്. ഇപ്പോൾ ഒരു എക്സാമിന് അല്ലെങ്കിൽ അതിന്റെ മൂല്യനിർണയം നടത്തിയിട്ട് ഇന്ന കുട്ടി പഠിക്കുന്ന കുട്ടിയാണ്, ഇന്ന കുട്ടി പഠിക്കുന്ന കുട്ടിയല്ല, അങ്ങനെ ഒരു ലേബലിങ്ങിന് വേണ്ടിയിട്ടല്ല. ഇതല്ല അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. പല പരീക്ഷണ സന്ദർഭങ്ങളിലൂടെ ഒരു കുട്ടി സാമാന്യവൽക്കരിച്ച ഒരു ആശയത്തിൽ എത്തിച്ചേരുന്നു അല്ലെങ്കിൽ എത്തുന്നു. ഇത്തരം യുക്തിചിന്തയെ വിശേഷിപ്പിക്കുന്നത്. പല പരീക്ഷണ സന്ദർഭങ്ങളിലൂടെ ഒരു കുട്ടി സാമാന്യവൽക്കരിച്ച ജനറലൈസ് ചെയ്ത ഒരു ആശയത്തിൽ എത്തുന്നു. ഇത്തരം യുക്തിചിന്തയെ വിശേഷിപ്പിക്കാവുന്നത് എന്താണ്? നിഗമചിന്ത, ആഗമചിന്ത, നിഗമചിന്ത, അയുക്തചിന്ത. എന്താണ് വരുന്നത്? ആഗമചിന്ത. താഴെ പറയുന്നവയിൽ വികസനത്തെ സ്വാധീനിക്കാത്ത ഘടകം. വിദ്യാഭ്യാസ നിലവാരം, ശരീരഘടന, പോഷകാഹാരം, സംസ്കാരം. ഇതിലേതാണ് വികസനത്തെ സ്വാധീനിക്കാത്ത ഘടകം ആയിട്ട് പറയാൻ പറ്റുന്നത്? ശരീരഘടന. ഓപ്ഷൻ ബി ആണ് ശരീരഘടന. നീതു വളരെ വേഗം പാഠങ്ങൾ പഠിച്ചു തീർക്കും. ആതിരയ്ക്ക് പതുക്കെ മാത്രമേ പഠിക്കാൻ കഴിയുകയുള്ളൂ. ഇത് താഴെ പറയുന്നതിൽ ഏത് വികസന തത്വവുമായി ബന്ധപ്പെട്ടതാണ്? ഇപ്പോൾ ചില കുട്ടികൾ വളരെ വേഗം പാഠങ്ങൾ പഠിച്ചു തീർക്കും, ചില കുട്ടികൾ പതുക്കെ മാത്രമാണ് പഠിച്ചു തീർക്കുകയുള്ളൂ. അപ്പോൾ അത് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നാണ്. തുടർച്ചാ നിയമം, സാമാന്യ പ്രതികരണങ്ങളിൽ നിന്ന് വിശേഷ പ്രതികരണങ്ങളിലേക്ക്, അടുത്തത് വ്യക്തി വ്യത്യാസങ്ങൾ, പരസ്പര ബന്ധം. അതൊക്കെ ഓരോ ആളുകളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതാണ് വ്യക്തി വ്യത്യാസങ്ങൾ. വികാസം ആരംഭിക്കുന്നത് ശൈശവഘട്ടം മുതൽ, ബാല്യത്തിന് ശേഷം, ബാല്യത്തിന് മുൻപ്, അതാണ് ബി ഓപ്ഷൻ. അതിനുശേഷം ബാല്യത്തിന് ശേഷം, ജനനത്തിന് മുൻപ്. അപ്പോൾ ശിശു വികാസത്തിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നമ്മളിതൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ജനനത്തിന് മുൻപേ തന്നെ വികാസം ആരംഭിക്കും. ജനനത്തിന് മുൻപ്. താഴെ പറയുന്നതിൽ പാരമ്പര്യ ഘടകവുമായി ബന്ധപ്പെട്ടത് സമപ്രായക്കാരോട് ശരിയായ മനോഭാവം പുലർത്തുക, ചിന്താ പ്രക്രിയ, കണ്ണുകളുടെ നിറം, സാമൂഹ്യ പ്രവർത്തനങ്ങളിലെ പങ്കാളിത്തം. ഇതിലേതാണ് നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഏതാണ് പാരമ്പര്യവുമായി ബന്ധപ്പെട്ടത്? കണ്ണുകളുടെ നിറം. അധ്യാപകർ കൂടുതലായും ഗ്രൂപ്പ് പ്രവർത്തനങ്ങളെയാണ് അനുകൂലിക്കുന്നത്. ഇതിലൂടെ എന്താണ് പ്രോത്സാഹിപ്പിക്കുന്നത്? ഗ്രൂപ്പ് പ്രവർത്തനങ്ങളിലൂടെ മാനസിക മത്സരം പ്രോത്സാഹിപ്പിക്കുന്നു, ആക്രമണ സ്വഭാവം വർദ്ധിക്കുന്നു, മാനസിക പിരിമുറുക്കം വർദ്ധിക്കുന്നു, സമത്വം ഉറപ്പുവരുത്തുന്നു. മാനസിക മത്സരം പ്രോത്സാഹിപ്പിക്കുന്നു, ആക്രമണ സ്വഭാവം വർദ്ധിക്കുന്നു, മാനസിക പിരിമുറുക്കം വർദ്ധിക്കുന്നു, സമത്വം ഉറപ്പുവരുത്തുന്നു. ഏതാണ്? ഉറപ്പായിട്ടും സമത്വം ഉറപ്പുവരുത്താനാണ് ഗ്രൂപ്പ് പ്രവർത്തനങ്ങളായിട്ട് ചെയ്യുന്നത്. എല്ലാവർക്കും ഈക്വൽ ആ ഒരു ഇത് കിട്ടാനും ഒക്കെയാണ്, ഈക്വൽ പങ്കാളിത്തം കിട്ടാൻ. ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ആക്രമണ സ്വഭാവം പുലർത്തുന്നതായി അധ്യാപിക കണ്ടെത്തി. ഈ കുട്ടിക്ക് ഏത് മേഖലയുടെ വളർച്ചയാണ് ആവശ്യം വേണ്ടത്?
അപ്പോൾ ഒരു കുട്ടിക്ക് ആക്രമണ സ്വഭാവം ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഏത് മേഖലയുടെ വളർച്ചയാണ് കൂടുതലായിട്ട് വേണ്ടത്? വൈജ്ഞാനിക മേഖല, കായിക ചാലക മേഖല, വൈകാരിക മേഖല, ഉന്നത ചിന്തനത്തിനുള്ള കഴിവ്, ഇതിലേതായിരിക്കും? വൈകാരിക മേഖലയാണ്. ഇതാണ് വൈകാരിക മേഖല. താഴെ പറയുന്നതിൽ പിയാഷെയുടെ വികാസ മേഖലയിൽ പെടാത്തത്, ഈ ജോൺ പിയാഷെ അല്ലെങ്കിൽ ഈ ഒരു ആളുകളുടെ എല്ലാം ജീൻ പിയാഷെ എന്നാണ് അവരുടെ എല്ലാം എല്ലാ ചിന്തകന്മാരുടെയും നോട്ടുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് കിട്ടി എന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. ICDSൻ്റെ ഗ്രൂപ്പിൽ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്, അതിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പിയാഷെയുടെ വികാസ മേഖലയിൽ പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. സിംബോളിക് സ്റ്റേജ് അഥവാ പ്രതീകാത്മക ഘട്ടം, അത് ഇന്ദ്രിയ ചാലക ഘട്ടം, മൂർത്ത ചാലക ഘട്ടം, ഔപചാരിക ക്രിയാത്മക ഘട്ടമൊക്കെ അതിൽ പെടുന്നതാണ്. കോൾബർഗിന്റെ സിദ്ധാന്തം അനുസരിച്ച് നാം നടപ്പിലാക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിക്കുന്ന പ്രക്രിയ ഏതാണ്? കോൾബർഗിന്റെ സിദ്ധാന്തം, അതും പഠിച്ചു കാണും, ഓൾറെഡി നമ്മൾ കവർ ചെയ്തൊരു ടോപ്പിക്കാണ്. അതിൽ ശരിയാണോ തെറ്റാണോ എന്നൊരു കാര്യത്തെപ്പറ്റി ചിന്തിക്കുന്നത് അത് എന്ത് കാര്യമാണ്, അല്ലെങ്കിൽ എന്ത് പ്രക്രിയയാണെന്നാണ് ചോദിക്കുന്നത്. അതിനാണ് സാൻമാർഗിക യുക്തി ചിന്തനം, മോറൽ റീസണിങ് എന്ന് പറയുന്നത്. സാൻമാർഗിക യുക്തി ചിന്തനം. സഹകരണാത്മക പഠനത്തിൽ മുതിർന്ന കുട്ടികളും കഴിവുള്ള കുട്ടികളുമാണ് പ്രായം കുറഞ്ഞ കുട്ടികളെയും കഴിവ് കുറഞ്ഞ കുട്ടികളെയും സഹായിക്കുന്നത്. സഹകരണാത്മക പഠനത്തിൽ മുതിർന്ന കുട്ടികളും കഴിവുള്ള കുട്ടികളുമാണ് പ്രായം കുറഞ്ഞ കുട്ടികളെയും കഴിവ് കുറഞ്ഞ കുട്ടികളെയും സഹായിക്കുന്നത്. അതുമൂലം എന്താണ് ഒരു കാര്യം ഉണ്ടാവുന്നത്, അതിൻ്റെ ഔട്ട്കം എന്താണ് ഉണ്ടാവുക എന്നാണ്. ഗ്രൂപ്പുകൾ തമ്മിൽ പ്രശ്നം ഉണ്ടാകും, ഉയർന്ന നേട്ടങ്ങളും ആത്മസാക്ഷാത്കാരവും ലഭിക്കുന്നു, മത്സരബുദ്ധി ഉണ്ടാകുന്നു, സാൻമാർഗിക വികസനം ഉണ്ടാകുന്നു. ഇതിൽ നമ്മൾ പറയുന്നത് ഉയർന്ന നേട്ടങ്ങളും ആത്മസാക്ഷാത്കാരവും ലഭിക്കുന്ന അപ്പോഴാണ്. മുതിർന്ന കുട്ടികൾ ഈ ഒരു പ്രായം കുറഞ്ഞ കുട്ടികളെയും കഴിവുള്ള കുട്ടികൾ കഴിവ് കുറഞ്ഞ കുട്ടികളെയും സഹായിച്ച്, അങ്ങനെയാണ് സഹകരണാത്മക പഠനത്തിൽ ഈ ഒരു പഠനം എന്ന പ്രക്രിയ. ശിശു കേന്ദ്രീകൃത ക്ലാസ് മുറിയിൽ പഠനം നടക്കുന്നത് എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് വരുന്നത്? വ്യക്തിഗതമായി, ഗ്രൂപ്പായി, വ്യക്തിഗതമായും ഗ്രൂപ്പായും അധ്യാപക പഠിപ്പിക്കുന്നതിലൂടെ മാത്രം. ശിശു കേന്ദ്രീകൃത ക്ലാസ് മുറിയിൽ വ്യക്തിഗതമായും ഗ്രൂപ്പായും പഠനം നടത്തുന്നു. വ്യക്തിഗതമായും ഗ്രൂപ്പായും. സമൂഹത്തിൽ ആകെയുള്ള കുട്ടികളിൽ കൂടുതൽ പേരും ശരാശരി നിലവാരം പുലർത്തുന്നവരാണ്. കുറച്ചുപേർ ഉയർന്ന നിലവാരവും കുറച്ചുപേർ താഴ്ന്ന നിലവാരവും പുലർത്തുന്നവരാണ്. അപ്പോൾ സമൂഹത്തിൽ ആകെയുള്ള കുട്ടികൾ കൂടുതൽ പേരും ശരാശരി നിലവാരമാണ്. അതിൽ ബാക്കിയുള്ള കുറച്ചു പേര് ഉയർന്ന നിലവാരം, കുറച്ചു പേർ താഴ്ന്ന നിലവാരം. അപ്പോൾ കൂടുതൽ പേരും ശരാശരി നിലവാരം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഏത് തത്വവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ്. ആദ്യത്തെ തത്വം കൊടുത്തിരിക്കുന്നത് വളർച്ചയും ബുദ്ധിയുമാണ്. ആദ്യത്തെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. അടുത്ത ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ബുദ്ധിയും ലിംഗ വ്യത്യാസവുമാണ്. ബുദ്ധിയും വർഗ വിവേചനവുമാണ് അടുത്തത് കൊടുത്തിരിക്കുന്നത്. ബുദ്ധിയുടെ വിതരണമാണ് അടുത്തത്. ബുദ്ധിയുടെ വിതരണമാണ് അതിൽ വരുന്നത്. ബുദ്ധിയുടെ വിതരണമാണ് ആൻസർ വരുന്നത്. ചുറ്റുമുള്ള വ്യത്യസ്ത മൃഗങ്ങൾ, ധാതുക്കൾ, സസ്യങ്ങൾ എന്നിവ വർഗീകരിക്കുന്ന വ്യക്തി താഴെ പറയുന്നവയിൽ ഏത് ബുദ്ധിയാണ് പ്രകടമാക്കുന്നത്? ചുറ്റുമുള്ള വ്യത്യസ്ത മൃഗങ്ങൾ, ധാതുക്കൾ, സസ്യങ്ങൾ എന്നിവയൊക്കെ വർഗീകരിക്കുന്ന, എല്ലാം സെപ്പറേറ്റ് ചെയ്ത് അങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്ന വ്യക്തി ഏത് ബുദ്ധിയാണ് പ്രകടമാക്കുന്നത് എന്നാണ് ചോദ്യം. ഏതായിരിക്കും? പ്രകൃതിപരമായ ബുദ്ധി. അത് ഓർത്ത് തന്നെ പറയാം. എന്താണ് പ്രകൃതിപരമായ ബുദ്ധി അല്ലെങ്കിൽ നാച്ചുറാലിസ്റ്റിക് ഇൻ്റലിജൻസ് എന്നാണ്. ഇതിൽ ഭാഷാപരം, വ്യക്തിയാന്തരം, യുക്തിപരം, ഗണിതപരം എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ നമുക്ക് കറക്റ്റായിട്ട് അത് മനസ്സിലാക്കും. ചിന്താ പ്രക്രിയ ഏറ്റവും ആവശ്യമായ ഘടകം ഏതാണ്? വൈജ്ഞാനിക പ്രക്രിയ അല്ലെങ്കിൽ സയൻസ് റിലേറ്റഡ് അതിലൊക്കെയാണ് എന്തു വരുന്നത്? ചിന്താ പ്രക്രിയ ഏറ്റവും ആവശ്യമായത്. ഒരു നല്ല പാഠപുസ്തകം ഒഴിവാക്കുന്നത് എന്താണ്? ഒരു നല്ല പാഠപുസ്തകം ഒഴിവാക്കുന്നത്
ലിംഗവിവേചനം, സാമൂഹിക സമത്വം, സാമൂഹിക പ്രതിബദ്ധത, അവസര സമത്വം ഒഴിവാക്കുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലിംഗവിവേചനം. ഒരു നല്ല പാഠപുസ്തകം ഒഴിവാക്കുന്നത് ലിംഗവിവേചനത്തെയാണ്. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾ അവരുടെ കഴിവുകൾ തിരിച്ചറിയുന്നത്. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾ അവരുടെ കഴിവുകൾ തിരിച്ചറിയുന്നത്. മറ്റു കുട്ടികളിൽ നിന്ന് വേർതിരിച്ച് അവരെ നിർത്തുമ്പോൾ, അവരെ പ്രത്യേകം പഠിപ്പിക്കുമ്പോൾ, അവർ പരീക്ഷകൾ എഴുതുമ്പോൾ, മറ്റു കുട്ടികളോടൊപ്പം ഇരുന്ന് അവർ പഠിക്കുമ്പോൾ ഏതായിരിക്കും മറ്റുള്ളവരിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ കഴിവുകൾ അവർ തിരിച്ചറിയുന്നത് മറ്റു കുട്ടികളോടൊപ്പം ഇരുന്ന് അവർ പഠിക്കുമ്പോഴാണ്. അടുത്തത് സങ്കലിത വിദ്യാഭ്യാസം അഥവാ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സങ്കലിത വിദ്യാഭ്യാസം അതാണ് നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞത്. അതായത് സാധാരണ കുട്ടികളോടൊപ്പം തന്നെ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളെ കൂടി ഉൾപ്പെടുത്തി പഠിപ്പിക്കുന്ന രീതിയാണ് ഈ ഒരു സങ്കലിത വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. എന്താണ് ഡിസ്ലെക്സിയ എന്നത് ഏതുമായി ബന്ധപ്പെട്ട വൈകല്യമാണ്? ഡിസ്ലെക്സിയയുടെ ചോദ്യം പലതവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ. എന്തുമായി ബന്ധപ്പെട്ട വൈകല്യമാണ്? ഭാഷണം, ലേഖനം, ശ്രവണം, വായന. അപ്പോൾ ഇതിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ്? നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം, ഒന്ന് ചെയ്തു നോക്കുക. ശ്രവണശേഷി നഷ്ടപ്പെട്ട ഒരു കുട്ടിക്ക് അനുഭവപ്പെടുന്ന പ്രധാന പ്രശ്നം. ശ്രവണശേഷി നഷ്ടപ്പെട്ടു, ആ കുട്ടിക്ക് അനുഭവപ്പെടുന്ന പ്രധാന പ്രശ്നം എന്തായിരിക്കും? ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ കഴിയില്ല, സ്പോർട്സ് മറ്റു മത്സരങ്ങളിൽ പങ്കെടുക്കാൻ കഴിയില്ല, മറ്റു കുട്ടികളോട് ഇടപഴകാനും സംസാരിക്കാനും വിവരങ്ങൾ കൈമാറാനുള്ള ബുദ്ധിമുട്ട്, മറ്റു കുട്ടികളോടൊപ്പം പരീക്ഷ എഴുതാൻ കഴിയില്ല. ഇതിലേതാണ് വരിക? മറ്റുള്ള കുട്ടികളോട് ഇടപെടാനും അല്ലെങ്കിൽ ഇടപഴകാനും സംസാരിക്കാനും വിവരങ്ങൾ കൈമാറാനും ഒക്കെയുള്ള ബുദ്ധിമുട്ടാണ്. പ്രവർത്തിച്ചു പഠിക്കുക എന്നത് ഏത് വാദവുമായി ബന്ധപ്പെട്ടതാണ്? പ്രവർത്തിച്ച് പഠിക്കുക എന്ന് പറയുന്നത് ഏത് വാദവുമായി ബന്ധപ്പെട്ടാണ്? ബിഹേവിയറിസം അഥവാ ചേഷ്ടാവാദം, ജ്ഞാനനിർമ്മിതിവാദം, കൺസ്ട്രക്റ്റിവിസം, ഘടനാവാദം, സ്ട്രക്ചറലിസം, ആദർശവാദം, ഐഡിയലിസം. ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പ്ലേലിസ്റ്റിൽ വീഡിയോ ഉണ്ട്, കണ്ടില്ലെങ്കിൽ അത് കണ്ടു നോക്കുക, പഠിക്കുക. പ്രവർത്തിച്ചു പഠിക്കുക എന്ന് പറയുന്നത് ജ്ഞാനനിർമ്മിതിവാദം. ഈ പ്രവർത്തിക്കുക, നിർമ്മിച്ച്, ആ ഒരു കാര്യത്തിൽ ഓർത്താൽ മതി. ജ്ഞാനനിർമ്മിതിവാദം. ഒരു കുട്ടി തനിയെ കളിക്കുന്നത് നൈസർഗികമാണ് അഥവാ ആന്തരികമാണ്, ബാഹ്യമാണ്, വ്യക്തിപരമാണ്, പരീക്ഷണപരമാണ്? ഒരു കുട്ടി തനിയെ കളിക്കുന്നത് നൈസർഗികം അല്ലെങ്കിൽ ആന്തരികമാണ്. ഒരു അധ്യാപിക കുട്ടികൾക്ക് ഗ്രൂപ്പ് ചർച്ച, ഗ്രൂപ്പ് പ്രൊജക്റ്റുകൾ, റോൾ പ്ലേ എന്നീ പ്രവർത്തനങ്ങളൊക്കെ നൽകുന്നു. ഇതിലൂടെ പഠനത്തിൻ്റെ ഏത് സവിശേഷതയാണ് വ്യക്തമാക്കുന്നത്? ഒരു അധ്യാപിക കുട്ടികൾക്ക് ഗ്രൂപ്പ് ചർച്ച, ഗ്രൂപ്പ് പ്രൊജക്റ്റുകൾ, റോൾ പ്ലേ എന്നീ പ്രവർത്തനങ്ങൾ നൽകി ഇതിലൂടെ പഠനത്തിൻ്റെ ഏത് സവിശേഷതയാണ് വ്യക്തമാക്കുന്നതെന്നാണ് ചോദ്യം. മത്സരാധിഷ്ഠിത പഠനം, മനപാഠമാക്കൽ, പഠനമൊരു സാമൂഹിക പ്രക്രിയ, പഠനമൊരു രേഖീയ പ്രക്രിയ, ഒരു സാമൂഹിക പ്രക്രിയ. അതാണ് ഈ ഗ്രൂപ്പായിട്ട് ചേരുന്നതുകൊണ്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്. അതാണ് സാമൂഹിക പ്രക്രിയയാക്കി മാറ്റുവാണ് പഠനത്തെ. സർഗാത്മകവുമായി ബന്ധപ്പെട്ടത് ഏതാണ്? സർഗാത്മകവുമായി ബന്ധപ്പെട്ടത് ഏതാണ്? കൺവേർജന്റ് തിങ്കിങ്, വിവർജിത അല്ലെങ്കിൽ വ്യതിരിക്ത ചിന്ത അല്ലെങ്കിൽ ഡൈവേർജന്റ് തിങ്കിങ്, അനുകരണം അഥവാ ഇമിറ്റേഷൻ, മാതൃക. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒന്ന് സംവചിത ചിന്തനം അഥവാ കൺവേർജന്റ് തിങ്കിങ്. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നു വിവർജിതം അല്ലെങ്കിൽ വ്യതിരിക്ത ചിന്ത, ഡൈവേർജന്റ് തിങ്കിങ്, അനുകരണം അഥവാ മാതൃക. ഇതിൻ്റെ ഉത്തരം വരുന്നത് ഡൈവേർജന്റ് തിങ്കിങ് തന്നെയാണ്. ഡൈവേർജന്റ് തിങ്കിങ്. ഒരു അധ്യാപിക കുട്ടികളെ അറിവ് സമ്പാദനത്തിന് പ്രാപ്തരാക്കുന്നത് വ്യത്യസ്ത വിഷയങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചാണ്. ഇത് കുട്ടികളിൽ എന്ത് സൃഷ്ടിക്കുന്നു അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ പ്രയോജനം? അറിവ് സമ്പാദനത്തിന് പ്രാപ്തരാക്കുന്നത് വ്യത്യസ്ത വിഷയങ്ങളെ തമ്മിൽ കണക്ട് ചെയ്തിട്ടാണ്. അങ്ങനെ പഠിക്കുന്നത് കൊണ്ട് എന്താണ്? അറിവിൻ്റെ ഒരു മേഖലയിൽ നിന്ന് മറ്റു മേഖലകളിലേക്കുള്ള മാറ്റം, വിഷയങ്ങളുടെ പരസ്പര ബന്ധം എന്നിവ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അധ്യാപകർ ഇടയ്ക്കിടെ കുട്ടികൾ വരുത്തുന്ന തെറ്റുകൾ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം എന്തിനാണ് അധ്യാപകർ കുട്ടികളുടെ തെറ്റുകൾ പരിശോധിക്കുന്നത്? തെറ്റുകൾ തിരുത്തി പരിഹാര ബോധം സാധ്യമാക്കാനാണ്.
നമ്മുടെ മുന്നറിവിലേക്ക് പുതിയ അറിവുകൾ കൂട്ടിച്ചേർത്തിട്ടില്ലെങ്കിൽ ആ പ്രക്രിയയ്ക്ക് എന്തു പറയുന്നു? നമുക്ക് ഓൾറെഡി ഉള്ള അറിവിലേക്ക് പുതിയ അറിവുകൾ കൂട്ടിച്ചേർത്തിട്ടില്ല എങ്കിൽ ആ പ്രക്രിയയ്ക്കാണ് എന്തു പറയുന്നത്? സീറോ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്. പുതിയതായിട്ട് ഒന്നും പഠിക്കുന്നില്ല, നേരത്തെ പഠിച്ചത് തന്നെയാണ് ഉള്ളത്. അപ്പോൾ ആ ഒരു ട്രാൻസ്ഫർ അത്രേ നടന്നിട്ടുള്ളൂ, സീറോ. പിയാഷെയുടെ അഭിപ്രായം അനുസരിച്ച് ഒരു വ്യക്തിയുടെ വൈജ്ഞാനിക ഘടനയ്ക്ക് അനുസൃതമായി അവൻ്റെ പരിസരത്തോടുള്ള പ്രതികരണ പ്രക്രിയ, വൈജ്ഞാനിക ഘടനയ്ക്ക് അനുസൃതമായി അവൻ്റെ പരിസരത്തോടുള്ള പ്രതികരണ പ്രക്രിയയെ പിയാഷെ എങ്ങനെയാണ് വിളിച്ചത് എന്നാണ്? അസിമിലേഷൻ അഥവാ സ്വാംശീകരണം എന്നാണ്. സ്വാംശീകരണം. അഭിപ്രേരണ സിദ്ധാന്തങ്ങൾ അനുസരിച്ച് അധ്യാപിക പഠനത്തെ പ്രോത്സാഹിപ്പിക്കേണ്ടത് എങ്ങനെ? അഭിപ്രേരണ സിദ്ധാന്തം അതിനനുസരിച്ച് അധ്യാപിക പഠനത്തെ സമീപിക്കേണ്ടത് അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കേണ്ടത് എങ്ങനെയാണ്? കുട്ടികളിൽ അവരുടെ കഴിവിനനുസരിച്ചുള്ള പ്രതീക്ഷയും ആത്മവിശ്വാസവും സൃഷ്ടിച്ചാണ്. ഒരു അധ്യാപിക തൻ്റെ ക്ലാസ്സിൽ ദൃശ്യ ശ്രാവ്യ ഉപകരണങ്ങൾ ധാരാളമായി ഉപയോഗിക്കുന്നു. കാരണം എന്താണ്? ഒരു അധ്യാപിക തൻ്റെ ക്ലാസ്സിൽ ദൃശ്യ ശ്രാവ്യ ഉപകരണങ്ങൾ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നു. അതിന് കാരണം എന്താണ്? കാരണം ദൃശ്യ ശ്രാവ്യ ഉപകരണങ്ങളെല്ലാം ഉപയോഗിക്കുമ്പോൾ എല്ലാ ജ്ഞാനേന്ദ്രിയങ്ങളെയും ഉദ്ദീപിപ്പിച്ച് പഠനം എളുപ്പമാക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ്. അല്ലാതെ ഓപ്ഷൻസിൽ ഇപ്പോൾ കുട്ടികൾ നിരാശ സൃഷ്ടിക്കുന്നു കൊടുത്തിട്ടുണ്ട്, അധ്യാപികയ്ക്ക് വിശ്രമിക്കാൻ കഴിയുന്നു, കുട്ടികളെ വിലയിരുത്തുന്നതിന് സഹായകമാകുന്നു. ഇപ്പോൾ ഓപ്ഷനിൽ തന്നെ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് ആൻസറിലേക്ക് എത്താൻ എളുപ്പമുണ്ട്. ഇപ്പോൾ ഓപ്ഷൻസ് എല്ലാം വായിച്ചു നോക്കുക. ചിലപ്പോൾ നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ പോലും ആ ഒരു ആൻസറിലേക്ക് എത്താനായിട്ട് നമുക്കൊരു ലോജിക് ഉപയോഗിച്ച് തിങ്ക് ചെയ്താൽ കിട്ടുന്നതാണ്. മീനു എന്ന അധ്യാപിക കാഴ്ച വൈകല്യമുള്ള കുട്ടികളെ ഗ്രൂപ്പ് പ്രവർത്തനങ്ങളിൽ പങ്കെടുപ്പിക്കാറുണ്ട്. ഇതിലൂടെ അധ്യാപിക ചെയ്യുന്ന കാര്യം എന്താണ്? മീനു എന്ന അധ്യാപിക കാഴ്ച വൈകല്യമുള്ള കുട്ടികളെ ഗ്രൂപ്പ് പ്രവർത്തനങ്ങളിൽ പങ്കെടുപ്പിക്കാറുണ്ട്. ഇതിലൂടെ എന്താണ് അധ്യാപിക ചെയ്യുന്നത്, അല്ലെങ്കിൽ അധ്യാപിക ചെയ്യുന്നതിൻ്റെ ആ ഒരു ഫലം എന്താണ് എന്നാണ് ചോദ്യം. ഇതിൽ ഓപ്ഷൻ ഡി, മറ്റു കുട്ടികളോടൊപ്പം അവരെ സജ്ജരാക്കുന്നു. നമ്മൾ ആദ്യം പഠിച്ചതാണ് സങ്കലിത വിദ്യാഭ്യാസം. ആ പേര് ഓർത്തു വെച്ചുകൊള്ളുക. വൈകല്യമുള്ളവർ, അതായത് ഇൻക്ലൂസീവ്, അവരുടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പഠനം. അങ്ങനെ ഒരു ചോദ്യം കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ നോക്കിയിരുന്നു. അപ്പോൾ ആ സങ്കലിത വിദ്യാഭ്യാസത്തിലൂടെ വൈകല്യമുള്ളവരുടെ പ്രയാസം കുറഞ്ഞ അവരെ മറ്റു കുട്ടികളോടൊപ്പം പ്രവർത്തിക്കാൻ സന്നദ്ധരാക്കുന്നു. അതായത് ഇവരുടെ ആ ഒരു പ്രയാസം കുറഞ്ഞ മറ്റു കുട്ടികളോടൊപ്പം പ്രവർത്തിക്കാൻ സന്നദ്ധരാക്കുന്നു. അടുത്തത് ശാസ്ത്രകലാ പ്രദർശനങ്ങൾ, സംഗീത നൃത്ത പരിപാടികൾ, സ്കൂൾ മാഗസിനുകൾ എന്നിവയുടെ ലക്ഷ്യം എന്താണ്? കുട്ടികളുടെ സർഗാത്മക കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള അവസരം നൽകുക എന്നതാണ്. അപ്പോൾ 30 ചോദ്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്ന് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.